നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ യാചനയും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും വലിയ നിയമലംഘനമായാണ് കണക്കാക്കി വരുന്നത്. യാചകർക്ക് മാത്രമല്ല, അവരെ സഹായിക്കുന്നവർക്കും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത്. റമദാൻ മാസത്തിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് UAE-യിൽ ഉടനീളം ശക്തമായ പരിശോധനയാണ് അധികൃതർ നടത്തുന്നത്. ഭിക്ഷാടനം സാമ്പത്തിക കുറ്റകൃത്യമാണെന്നും ഒപ്പം ആളുകളുടെ സുരക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനും ഭീഷണിയാണെന്നും ഷാർജ പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബോധവൽക്കരണ സന്ദേശത്തിൽ പറയുന്നു. കൃത്യമായ ശമ്പളം പറഞ്ഞുറപ്പിച്ച് ഭിക്ഷാടനത്തിനായി എത്തുന്നവരുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തികളും സംഘങ്ങളുമെല്ലാം അനധികൃതമായി രാജ്യത്ത് താമസിച്ച് ഭിക്ഷാടനം നടത്തി വൻ തുക സ്വരൂപിക്കുന്നതായും പോലീസ് കണ്ടെത്തി. പുണ്യമാസത്തിൽ ഭിക്ഷാടകരുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാൻ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിന് ഷാർജ പോലീസ് തുടക്കം കുറിച്ചു. റമദാൻ മാസത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭിക്ഷാടനം ക്രമാതീതമായി ഉയരുന്നത് തടയാനാണ് അധികൃതർ ഇപ്പോൾ പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സമൂഹത്തിന്റെ സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഭിക്ഷാടകരെ ശ്രദ്ധയിൽപ്പെടുന്നവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും പോലീസ് പറയുന്നു. രാജ്യത്തിന്റെ ഉയർന്ന സംസ്കാരവും ക്രമസമാധാനവും സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനുമാണ് സർക്കാർ ഇത്തരം നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിശുദ്ധ റംദാൻ മാസത്തിലല്ലെങ്കിലും ഭിക്ഷാടനം രാജ്യത്ത് നിയമപരമായി ശിക്ഷാർഹമായ കുറ്റമാണെന്ന് പോലീസ് പൊതുജനങ്ങളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്. റമദാൻ മാസം മുന്നിൽ കണ്ട് ഭിക്ഷാടനത്തിനായി നിരവധി പേരാണ് സന്ദർശക വിസയിൽ UAE-യിൽ എത്തിയിട്ടുള്ളത് എന്ന് ഷാർജ പോലീസ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഇബ്രാഹിം അൽ അജീൽ പറഞ്ഞു. ഇത്തരക്കാരിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. എന്നാൽ രാജ്യത്ത് താമസ വിസയിൽ കഴിയുന്നവരും കുടുംബത്തോടൊപ്പം താമസിക്കുന്ന പ്രവാസികളും ഒക്കെ തന്നെ ഭിക്ഷാടനത്തിന് പിടിയിലാകുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. പോലീസ് അടുത്തിടെ കസ്റ്റഡിയിലെടുത്ത ചില യാചകരെ ചോദ്യം ചെയ്തപ്പോഴാണ് തങ്ങളെ ദുബായിലും ഷാർജയിലുമുള്ള ചില ട്രാവൽ ഏജൻസികൾ കൊണ്ടുവന്നതാണെന്ന് അവർ സമ്മതിക്കുന്നത്. ജോലിക്കെടുക്കുന്നത് പോലെ നിയമനം നൽകിയാണ് ഇവരെ എത്തിക്കുന്നതത്രേ. നിശ്ചിത തുക ശമ്പളം നൽകും. ഇതിന് പകരമായി ഭിക്ഷാടനം നടത്തി കിട്ടുന്ന പണം ഈ ഏജൻസികളെ ഏൽപ്പിക്കണം എന്നതായിരുന്നു വ്യവസ്ഥയെന്നും പോലീസ് പറയുന്നു. മറ്റേതൊരു കമ്പനിയെയും പോലെ തങ്ങൾക്ക് അനുയോജ്യമായവരെ മാത്രമാണ് ഇവർ ഇതിനായി എത്തിക്കുന്നതും. സ്ത്രീകളും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുമായ ആളുകളെ കൊണ്ടുവന്ന് അനുകമ്പ പിടിച്ചുപറ്റുകയും റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുകയുമാണ് ഇത്തരം ആളുകളെന്നും അധികൃതർ വിശദീകരിച്ചു. രേഖകളിൽ ഇവരെല്ലാം വിനോദസഞ്ചാരികളാണ് എങ്കിലും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന നിരവധി പേരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരക്കാരെ കണ്ടെത്താൻ പോലീസ് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെയും സഹകരണം പോലീസിന് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് 3 മാസം ജയിൽ ശിക്ഷയും 5000 ദിർഹം പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഭിക്ഷാടകരുമായി ഇടപഴകുന്നതും സംഭാവന നൽകുന്നതും അവർക്ക് കൂടുതൽ പ്രോത്സാഹനമാകും എന്ന വിലയിരുത്തലിലാണ് ഉദ്യോഗസ്ഥർ. രാജ്യത്തിനു പുറത്തു നിന്നുള്ള സംഘടിത സംഘങ്ങളാണ് യാചകരിൽ ഭൂരിഭാഗവും. ഇവർ വിശുദ്ധ മാസത്തിൽ വിശ്വാസികളുടെ സന്മനസ്സിനെ ചൂഷണം ചെയ്യുകയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിനിടെ വ്യാജ മെഡിക്കൽ കുറിപ്പടികൾ ഉപയോഗിച്ച് ഭിക്ഷാടനത്തിലേർപ്പെട്ട 4 വിദേശികൾ റിയാദിൽ പിടിയിലായിട്ടുണ്ട്. ഈജിപ്ത്, ജോർദാൻ, പാകിസ്ഥാൻ സ്വദേശികളാണ് ഇങ്ങനെ പിടിയിലാകുന്നത്. റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്ത ഇവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. റമദാനിൽ പള്ളികളും അങ്ങാടികളും കേന്ദ്രീകരിച്ച് ഭിക്ഷാടനം നടത്തുന്നത് വർദ്ധിച്ചിട്ടുമുണ്ട്. ഇത് തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയത്. കഴിഞ്ഞ വർഷം റമദാനിൽ 382 യാചകരും 222 വഴിയോര കച്ചവടക്കാരും ഉൾപ്പെടെ 604 പേരെയാണ് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് 2235 റിപ്പോർട്ടുകളാണ് അന്ന് അതോറിറ്റിക്ക് ലഭിച്ചത്. ദുബായ് നിവാസികൾ 901 എന്ന ദുബായ് പോലീസിന്റെ കോൾ സെന്റർ നമ്പർ വഴിയോ അല്ലെങ്കിൽ 800243 അല്ലെങ്കിൽ 800488 എന്നീ നമ്പറുകൾ വഴിയോ ആണ് ഇത്തരം യാചകരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ടത്. അതുമല്ലെങ്കിൽ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പിലോ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ ലഭ്യമാകുന്ന പോലീസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ചാനലുകൾ വഴി ഭിക്ഷാടനത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അബുദാബിയിൽ 999 അല്ലെങ്കിൽ 80026226 എന്ന നമ്പറുകളിലാണ് വിളിച്ചറിയിക്കേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.